ശബരിമലയിലേക്ക് ഇനി മുതൽ മിൽമയുടെ നെയ്യ് വാങ്ങേണ്ടതില്ല എന്നാണ് തീരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെ ഇനി മുതൽ ഉപയോഗിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച മിൽമ നെയ്യിൻ്റെ ഗുണനിലവാരം എങ്ങനെ പരിശോധിക്കുമെന്നുള്ളത് ഒരു സംശയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി കെ വി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദ്, നമുക്കറിയാം മിൽമ നെയ്യ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട്. നിലവാരം കുറഞ്ഞ മിൽമയുടെ നെയ്യാണ് സന്നിധാനത്ത് ഉപയോഗിച്ചത്. വഴിപാടിനും ഒക്കെ അവിടെ ഉപയോഗിച്ചത് ഈ ഇത്തരത്തിലുള്ള നെയ്യാണ് ഉപയോഗിച്ചത്. അത് ക്രമക്കേട് കണ്ടെത്തി അതിന്മേലുള്ള തീരുമാനം പ്രകാരമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ഇനി മുതൽ മിൽമ നെയ്യ് വാങ്ങുന്നില്ല. ഭക്തർ തന്നെ അവിടെ ധാരാളം നെയ്യ് കൊണ്ടുവരുന്നുണ്ട്. ആ നെയ്യ് തന്നെ മതിയാകും അവിടുത്തെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ ഈ ക്രമക്കേടിനെ സംബന്ധിച്ച അന്വേഷണം അത് ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ബോർഡിൻ്റെ ഒരു തീരുമാനം അറിയാൻ കഴിയുന്നുണ്ടോ? ഈ സന്നിധാനത്ത് ഇത്തവണത്തെ സീസൺ മുതൽ ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രമായിരിക്കുമല്ലോ വഴിപാട് കാര്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുക. ശ്യാമപ്രസാദ്. വിനോദ്, ശബരിമലയിലെ വ്യാജനെയ് ക്രമക്കേടിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ബോർഡ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരും. അല്പസമയം മുമ്പ് തന്നെ ബോർഡ് ആസ്ഥാനത്തെ നിലവിൽ കെ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ ബോർഡ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ നിൽക്കുന്നത് ഈ ശബരിമലയിലേക്ക് എത്തിയ വ്യാജനെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ബോർഡ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മിൽമയുടെ നെയ്യ് എടുക്കേണ്ടതില്ല എന്നുള്ള ബോർഡ് തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. എന്നാൽ ഈ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കെ ജയകുമാർ ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നടത്തുകയും ചെയ്തത്. നിലവിൽ ഈ മിൽമയുടെ നെയ്യുടെ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. എന്നാൽ നമ്മൾ മിൽമയുടെ നെയ്യ് എടുക്കേണ്ടതില്ലെന്ന് തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു. ആ ഒരു ബോധ്യപ്പെടൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ തീർത്ഥാടന കാലത്തെ മിൽമയുടെ നെയ്യ് ഉപയോഗിക്കില്ല. പകരം ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെയായിരിക്കും ഉപയോഗിക്കുകയെന്നും കെ ജയകുമാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ വ്യാജ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കൂടിയാണ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ചേർന്ന ബോർഡ് യോഗത്തിൽ ഈയൊരു കാര്യം കൂടി ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും. ഉന്നതതല അന്വേഷണം ഈ വിഷയത്തിൽ വേണമോ നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും ചേർന്ന് ഈ യോഗത്തിൽ തീരുമാനമെടുക്കുക. സംസ്ഥാന വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കായിരിക്കും ഏറെക്കുറെ എത്തിച്ചേരാനും സാധ്യതയുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഇന്നലെയോടുകൂടി തന്നെ ദേവസ്വം സെക്രട്ടറി വകുപ്പ് മന്ത്രി കൂടിയായ കെ മുരളീധരനെ ഇത് സംബന്ധിച്ച വ്യാജനെയ് ക്രമക്കേടിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ വ്യാപകമായ നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. അതായത് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിച്ച 1.5 ലക്ഷത്തിലേറെ വരുന്ന ഈ ലിറ്റർ നെയ്യിൽ പരിശോധനകളൊന്നും തന്നെ കൂടാതെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഈ നെയ്യ് എത്തിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് കരാർ ജീവനക്കാരും ഒപ്പം തന്നെ ബോർഡ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഒത്താശ നടന്നതിൻ്റെ തെളിവുകൾ കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നിലവിൽ 30 ലോഡ് ബാച്ചുകളിലെ പരിശോധനാ സാമ്പിളുകളിൽ 6 ലോഡുകളിലെ സാമ്പിളുകൾ മാത്രമാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തത്. എന്നാൽ ഈ പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ ലോഡുകൾ കടത്തിവിട്ടത് ഉദ്യോഗസ്ഥരുടെ ഒരു ഒത്താശ കൂടിയാണെന്ന് കൂടിയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ദേവസ്വം സെക്രട്ടറി MG രാജ്മാണിക്യം ഈ റിപ്പോർട്ട് ഇത് വകുപ്പ് മന്ത്രിക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ബോർഡ് യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിനോദ്. ബോർഡ് യോഗം പുരോഗമിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനമായി വരുന്നത്. ശബരിമലയിൽ ഇനി മുതൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതിയാകുമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ ശ്യാമപ്രസാദ്, ഒരു കാര്യം കൂടി, അപ്പോൾ ഈ കാലങ്ങളായി സന്നിധാനത്ത് ഇത്തരത്തിൽ മിൽമയെ പോലുള്ള സ്ഥാപനത്തിൽ നിന്നും വാങ്ങിയ 1.5 ലക്ഷം ലിറ്റർ നെയ്യാണ് കഴിഞ്ഞ തവണ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നെയ്യ് കച്ചവടത്തിൽ തന്നെ വലിയ കമ്മീഷൻ, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും മിൽമയിലെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ചേർന്നുള്ള വമ്പൻ തട്ടിപ്പാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, സന്നിധാനത്തേക്ക് മിൽമയുടെ നെയ്യ് വാങ്ങിയതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ നെയ്യാണ് വാങ്ങിയത്. അതിന്മേൽ പോലും വലിയ അഴിമതി നടന്നിരിക്കുന്നു. ഈ വാർത്തയുമായി ശ്രീ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ RV ബാബു. ഇപ്പോൾ വന്നിരിക്കുന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ RV ബാബു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി മുതൽ മിൽമയുടെ നെയ്യ് സന്നിധാനത്തേക്ക് ആവശ്യമില്ല, ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് തന്നെ ധാരാളം മതിയാകും എന്ന് ദേവസ്വം പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ പറയുകയാണ്. നമുക്കറിയാം കാലങ്ങളായി ഇത്തരത്തിൽ പുറത്തുനിന്ന് നെയ്യ് വാങ്ങുന്ന വമ്പൻ ക്രമക്കേട്, ഏറ്റവും നിലവാരം കുറഞ്ഞ നെയ്യാണ്
സന്നിധാനത്തേക്ക് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ വാങ്ങുന്ന നെയ്യിൽ പോലും വലിയ ക്രമക്കേട്. ദേവസ്വം ഉദ്യോഗസ്ഥരും മിൽമയിലെ ജീവനക്കാരും ഒക്കെ ചേർന്ന് നടത്തിയിരുന്ന വമ്പൻ തട്ടിപ്പ് നടന്നു എന്ന് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കുകയാണ്. അതിന്മേൽ അന്വേഷണവും വരാൻ പോകുന്നു. അപ്പോൾ മിൽമയുടെ നെയ്യ് വാങ്ങുന്നില്ല, ഇനി ഭക്തരുടെ നെയ്യ് മാത്രം മതി എന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. എന്താണ് അഭിപ്രായം ശ്രീ ആർ വി ബാബു? ഈ ദേവസ്വം ബോർഡ് സംവിധാനം യഥാർത്ഥത്തിൽ ഈ ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു ടീമാണ് ദേവസ്വം ബോർഡ് സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരിക്കുന്നത്. ഇപ്പൊ അതിലെ ഒരു ശുദ്ധീകരണം എന്നുള്ള ലക്ഷ്യം വെച്ച് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇവിടെ മിൽമയുടെ നെയ്യ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഈ ദേവസ്വം ക്ഷേത്രങ്ങളിൽ വരുന്ന ഓരോ കാര്യവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ക്രമക്കേടുകൾ നിറഞ്ഞതാണ്, അഴിമതി നിറഞ്ഞതാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ ദിവസേന നമ്മുടെ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ പോലും ആ നിലയ്ക്കാണ്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരാതികൾ, അവിടെ നടക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ, എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള ഒരു കേന്ദ്രമായി, ഒരു അഴിമതിയുടെ കേന്ദ്രമായി മാറിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഈ സംവിധാനത്തിനൊരു പൊളിച്ചെഴുത്തിലൂടെ മാത്രമേ ഇതിനെ രക്ഷിക്കാൻ കഴിയൂ. ദേവസ്വം ഭരണം സത്യസന്ധരായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ആളുകൾ ആ ദേവസ്വം ഭരണത്തിന്റെ ചുമതലയിലേക്ക് വരണം. അവരെ നിശ്ചയിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായിട്ടോ രാഷ്ട്രീയ താല്പര്യമോ ഇല്ലാത്ത ആൾക്കാർ വരികയും ദേവസ്വത്തോടും ക്ഷേത്രത്തോടും മൂർത്തിയോടുമൊക്കെ ആചാരപരമായും വിശ്വാസപരമായും ആത്മാർത്ഥതയുള്ള, അതിനോട് ഭക്തിയുള്ള ആളുകൾ അതിന്റെ ചുമതലയിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിന് വേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ. അവരുടെ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ലാവണമായിട്ട് ദേവസ്വം ബോർഡ് മാറ്റുകയും അതിനെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ പുറത്തു വന്ന വാർത്ത മിൽമയുടെ നെയ്യ് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ദേവസ്വം ബോർഡിലെ അഴിമതി വേറൊരു തരത്തിൽ തുടരും എന്നതല്ലാതെ ഈ പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മച്ചി പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടുന്ന പോലെയാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടം എടുക്കുന്ന നടപടി. ശ്രീ ആർ വി ബാബു, ഒരു കാര്യം കൂടി, നമ്മൾക്കറിയാം ശബരിമല സന്നിധാനത്ത് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ, എല്ലാ ഇരുമുടിയിലും നെയ്ത്തേങ്ങ ഉണ്ടാകും. ഏത് ഭക്തൻ വന്നാലും അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് നെയ്ത്തേങ്ങ. അപ്പോൾ അങ്ങനെ അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ തവണയും, ഓരോ മണ്ഡലകാലത്തിലും, ഓരോ മകരസംക്രമ കാലത്തും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത്രയധികം നെയ്യ് അവിടെ വഴിപാടായി എത്തുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. ഇത് കൂടാതെ പുറത്തു നിന്ന് 1.5 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങുകയാണ്. എന്തിനാണ് ഇത്രയധികം നെയ്യ്? വഴിപാടിൽ ചേർക്കുന്നതിനോ അല്ലെങ്കിൽ എന്തിനുമാകട്ടെ. അവിടെ ഭക്തർ എത്തിക്കുന്ന നെയ്യ് തന്നെ ധാരാളമുണ്ട്, അധികമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോലും നൽകാം. വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് അത് സംസ്കരിച്ച് വേണമെങ്കിൽ പുറത്ത് വിൽക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ പുറത്തു നിന്ന് വീണ്ടും നെയ്യ് വാങ്ങുകയാണ്. വമ്പൻ അഴിമതിയല്ലേ ഈ കാലങ്ങളായി, വർഷങ്ങളായി ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരുന്നത് ശ്രീ ആർ വി ബാബു? അല്ല, അതിൽ സംശയമില്ലെന്നേ. ഇപ്പൊ ഈ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും ശബരിമലയിലേക്ക് അടിച്ച് ഏൽപ്പിച്ച് അതിൽ നിന്നും കമ്മീഷനായിട്ടും അതിൽ നിന്നും മറ്റു രീതിയിലും ഒക്കെ പണം തട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 4-5 വർഷം മുമ്പ് പഴയ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ശിവകുമാറിന്റെ സഹോദരൻ, വി എസ് ശിവകുമാറിന്റെ സഹോദരൻ അവിടെ കമ്മീഷണറായിരുന്ന സമയത്ത് നടത്തിയ പാത്രം വാങ്ങല് എന്തായിരുന്നു? 1.5 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന്. പാത്രങ്ങൾ, ഈ പറയുന്ന പാത്രങ്ങളൊന്നും ശബരിമലയ്ക്ക് വേണ്ടതായിരുന്നില്ല. അപ്പൊ ശബരിമല ക്ഷേത്രത്തിന്, ഓരോ ക്ഷേത്രങ്ങളും, ഞാനിത് ശബരിമലയുടെ ഒരു വിഷയമായിട്ട് മാത്രം നമ്മൾ കാണേണ്ടതില്ല. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഈ തരത്തിൽ ക്ഷേത്രങ്ങളെ കറവപ്പശുകളാക്കിക്കൊണ്ട് അവരുടെ അഴിമതിക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സംവിധാനമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായി ഈ സിസ്റ്റം ഫെയിലാണ്. ഈ സിസ്റ്റം മാറാതെ അവിടെ യാതൊരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിൽ കുറ്റക്കാരായവരാരാണ്? അവരെ കണ്ടെത്തി ശിക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവുമോ? നമുക്ക് നാളിതുവരെ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളിൽ ഇവരൊന്നും വിധേയമായിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വിധേയമായിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് അവർ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നതോ അതിനേക്കാൾ ഉയർന്ന ഉദ്യോഗത്തിലേക്ക് അവർ മാറുന്നതോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയും ഭക്തജനങ്ങൾ ഇത്തരം ഭരണ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഇവരെയൊക്കെ തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷനാണ്. എന്തായാലും ശബരിമലയിൽ നെയ്യ്
ക്രമക്കേടിൻ്റെ ഓരോ കഥകളും പുറത്തു വരികയാണ്. എന്തായാലും തൽക്കാലം മിൽമയുടെ നെയ്യ് ഇനിയും സന്നിധാനത്തേക്ക് വാങ്ങേണ്ടതില്ല എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ഭക്തർ എത്തിക്കുന്ന നെയ്യ് മാത്രം വഴിപാടിനായി ഉപയോഗിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ പറഞ്ഞത്.